ഇന്നത്തെ ലഞ്ച് സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് നോക്കാം. നല്ല മത്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ചെറിയ മത്തിയാണ്. അപ്പോൾ മത്തി വാങ്ങിക്കൊണ്ട് വന്ന് ഇതിന് ക്ലീൻ ആക്കിയെടുക്കാൻ നല്ലൊരു പണിയുണ്ട്. അപ്പോൾ മത്തി കൊണ്ട് വെച്ച ഉടനെ തന്നെ നമ്മളെ വീട്ടിൽ രണ്ടാൾക്കാർ വന്ന് നോക്കിയിരിപ്പുണ്ട്. ഇപ്പം കിട്ടും ഇപ്പം കിട്ടും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാം മത്തി ഞാൻ ക്ലീൻ ചെയ്ത് ഇതാ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ച് നമുക്ക് വറുക്കാം, പിന്നെ കുറച്ച് നമുക്കൊരു സ്പെഷ്യലായിട്ടുള്ള ഒരു കറിയും വയ്ക്കാം. അപ്പോൾ തോരനൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ മുറ്റത്തൊരു ചീര നിന്ന് കേട്ടോ, അതിനെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴുകി കട്ട് ചെയ്ത് വയ്ക്കാം. അപ്പോഴേക്കും മീൻ വറുക്കാനുള്ളതെല്ലാം വറുക്കാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്ത് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനൊന്ന് നമുക്ക് തോരൻ വെച്ചെടുക്കാം. ഇച്ചിരിയേ ഉള്ളൂ എങ്കിലും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, വീട്ടിലുണ്ടായതായതുകൊണ്ട് തന്നെ. അപ്പോൾ അത് നന്നായിട്ട് വാടി വന്നപ്പോൾ ഇത്തിരിയേ ഉള്ളൂ. അതിലേക്ക് തേങ്ങയും അതിൻ്റെ കൂട്ടും എല്ലാം കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് നമുക്കെടുത്ത് അത് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു ഈ ചീരത്തോരൻ. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്പെഷ്യൽ മത്തി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് കാന്താരി മുളകും ചെറിയ ഉള്ളിയും കൂടി നന്നായിട്ട് ചതച്ചിട്ട് കുറച്ച് മത്തി എടുത്ത് ഞാൻ മൺചട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് വാളംപുളി പിഴിഞ്ഞൊഴിച്ച് ഈ ഇടിച്ച് വെച്ച കാന്താരി മുളകും ഉള്ളിയും കൂടെ ഇട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് അതിൽ ലേശം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിനെ നമുക്കൊന്ന് നന്നായിട്ട് തിളപ്പിച്ച് കുറച്ച് കുറുക്കിയെടുക്കണം കേട്ടോ. നന്നായിട്ട് തിളപ്പിച്ചെടുത്ത് ഇപ്പോൾ അത് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചെടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്ന് കുറുകി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും ഒരു കൊത്ത് കരിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു മീൻ എൻ്റെ അമ്മ ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെയാണ്. അപ്പം ഇതാ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. ചോറും വറുത്ത മത്തിയും തോരനും അപ്പോൾ ഇന്നുണ്ടാക്കിയ സ്പെഷ്യൽ മത്തിയും കൂടെ ഒഴിച്ച് നമുക്ക് ഇന്നത്തെ ലഞ്ച് അടിപൊളിയാക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ടാറ്റ ബൈ ബൈ, സി യു.